ഹലോ, ആരാണ്? ഹലോ, ഞാൻ സീതയാണ്. എനിക്ക് വീരായെന്ന് കിട്ടുവോ? ഇനിയിപ്പൊ പീഡിപ്പിച്ചെന്ന് പറയാനായിരിക്കും, നോക്കാം. അതെ, ഏതോ ഒരു ഗീതയോ സീതയോ ഫോണിൽ വിളിച്ചിട്ടുണ്ടോന്ന് ചോദിക്കണു. എന്തെങ്കിലും ഉണ്ട് വെച്ചാ കൊടുത്തോളൂ കേട്ടോ. ഹലോ, ആരാ? അന്ന് കബഡിക്ക് വന്നപ്പോ എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായി. എന്താ ഒരു ബോഡി. നോക്ക് ഗീത, സീത ഏതും ആയിക്കോട്ടെ, ആ പേഴ്സണാലിറ്റി എന്റേതാണെന്നല്ലാതെ എന്റെ ബോഡിയുടെ ഫുൾ റൈറ്റ്സും എന്റെ പെങ്ങൾക്കാ. ഓ, അതൊക്കെ എത്ര നാളത്തേക്കാ? എന്തായാലും ഒരിക്കൽ നിങ്ങളെ ഞാൻ സ്വന്തമാക്കില്ലേ. ഈ വിഷയം എന്റെ പെങ്ങൾ അറിയുന്നവരെ നിന്റെ അഡ്രസ് വെളിയിൽ പോകാതെ സൂക്ഷിച്ചു. ഫോൺ വെക്കടി. ഇതേതാ എനിക്കറിയാത്തൊരു പെണ്ണ്? ഇതെനിക്കറിയായിരുന്നു, അതല്ലേ തന്നെ. പറഞ്ഞു തീർന്നില്ലല്ലോ, അപ്പോഴേക്കും വന്നു. വായോ വായോ. ലവ് ലെറ്റർ കിട്ടി. വീര എവിടെ? ചിത്ര, എന്താ ലവ് ലെറ്ററോ? നേരാ? വായിക്കട്ടെ. 50-50 ചിത്രേ. ശരിക്കും പറഞ്ഞാ എനിക്ക് നിന്നോടുള്ള പ്രേമമുണ്ടല്ലോ, അത് 50-50 ആണ്. എന്താ 50-50 പ്രേമോ? അതെന്താ അങ്ങനെ? അത് തന്നെയാ ഈ 50-50. എന്താ 50-50 ചിത്രേ? 50-50 100%. ഇവനെന്തിനാ സംസാരിക്കുന്നേ? ഇവനാണോ അത് എഴുതിയത്? ഞാനല്ല എഴുതിയത്, എനിക്ക് എഴുതാറിയില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാ? ഇതൊക്കെ ഒരു ഊഹം വെച്ച് കാച്ചണല്ലേ. എന്റെ കളവിന്റെ വാതില് തുറന്നിട്ട് ഈ കളവെന്താ അക്ഷരത്തിട്ടില്ലാതെ എഴുതാനും അറിയില്ലേ? ബാക്കി കേട്ടോ. പാല ഗലാസം പിടിച്ചോണ്ട് വെള്ളസാരിയും ഉടുത്തുകൊണ്ട് നീ അകത്തേക്ക് കടന്നാൽ ആ സാരി എങ്ങനെ അഴിക്കണമെന്ന് അത്രയ്ക്ക് ആശയാണോ നിങ്ങക്ക്? അനിയത്തി എന്താ എഴുതാൻ പറഞ്ഞത്? നീ എന്താ എഴുതിയത്? എന്ത് തോന്നിയാസോടെ നീ കാണിച്ചിരിക്കുന്നത്? അതിപ്പോ ഇത്തിരി പവർ കിട്ടാൻ വേണ്ടി ഞാൻ ഡോസ് കൂട്ടിയല്ലേ. വരട്ടെ, ഐഡിയ നിങ്ങളുടെ അനിയത്തിയുടേത്. എഴുതി നീ കഴുത. നിങ്ങൾക്ക് എന്താ എഴുതിയാല്? അതും മോളെ, സംഗതി എന്തായാലും ഏറ്റില്ല. ചിത്ര 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 എടാ പൊട്ടാസെ, ഈ സാഹിത്യമൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയ? അത് നമ്മൾ എഴുതാനിരിക്കുമ്പോ അനർഗളം പ്രവഹിക്കണല്ലേ. ഉറക്കത്തിൽ ഇത് പ്രവഹിക്കോടാ? ഉറക്കത്തിൽ എല്ലാരും കൂടി ചേർന്ന് പ്രവഹിക്കില്ല. പോവേ എല്ലാം ഓക്കെ അല്ലേ? ആക്കടാ, അവനെ കാണില്ലല്ലോ. അതെ, ചിത്ര, ആരുടെയും ഹെൽപ്പില്ലാതെ ഞാൻ തന്നെ പറയാ ഐ ലവ് യു. അത് പറയാനാ വന്നത്? സത്യമായിട്ട് ഇത് നിങ്ങളുടെ ഐഡിയ തന്നെ അല്ലേ? സത്യമായിട്ട് എന്റെ ഐഡിയ. ചിത്ര, നീ ഇത് തീർച്ചയായിട്ടും സ്വീകരിക്കണം. ദേവതമാര് നമ്മുടെ പ്രേമത്തിന് വേണ്ടി മുകളിൽ നിന്ന് പുഷ്പവർഷം നടത്തുക. സത്യമായിട്ടും? നിന്നാണ് സത്യം. എന്നും തൊട്ടേ അമ്മേ, കൊള്ളായില്ലേ? കാലെത്തിയതുകൊണ്ടാട്ടാ. ടച്ചിങ് ക്യാൻസൽ. നിനക്ക് മീശ വളർന്നു എന്നല്ലാതെ പ്രേമിക്കാൻ അറിയില്ല. ഹലോ ഹലോ, ഞാൻ നിങ്ങളുടെ സീതയാ. എന്റെ ശബ്ദം ഇത്ര പെട്ടെന്ന് മറന്നോ? ഞാൻ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഇഷ്ടമല്ല എന്നാണല്ലോ പറയുന്നത്. എന്നെ ഇഷ്ടമല്ല എന്ന് പറയല്ലേ. പെണ്ണേ, നിനക്ക് പുണ്യം കിട്ടും. എന്നെ വെറുതെ വിട്. നീ ഇങ്ങനെ ദിവസവും വിളിച്ച് കിളവിയായി പോകും കേട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞതാ, ഭാര്യ അടുത്തുണ്ട്. അയ്യോ, അങ്ങനെയാണോ? ഞാൻ നിങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളെ വേറൊരു പെണ്ണിനെ കുറിച്ചാണല്ലോ പറയുന്നത്. എന്തു പറഞ്ഞോ ഏതു പറഞ്ഞോ, അതൊരു ചിത്ര വിചിത്ര ഗാഥ, ബാധ പോലെ. ചിത്രേ, വല്ലാത്ത ടെൻഷനിലാ ഞാൻ. ടെൻഷൻ എന്തിനാ? ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, ഒരു വശത്ത് ഹാപ്പിനെസ്, ഒരു വശത്ത് നീയും. ഇതൊക്കെ കാണുമ്പോ ഈ രാത്രിയിൽ എനിക്കും ലോല വികാരങ്ങൾ വരില്ലേ? വാ ഇരിക്കേ. എനിക്ക് പ്രേമിക്കണം. അതിന് നമ്മൾ രണ്ടുപേരും ഒന്നാകണം. വാ, നേരം പോകുന്നു. എനിക്കൊരു സത്യം ചെയ്തു. നീയാണ് സത്യം, എന്നെ വിശ്വസിക്കേ. വേണ്ട, എനിക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാ ഇഷ്ടം. അതിനെന്താ, കല്യാണം കഴിഞ്ഞില്ലേ, ഇനി പ്രേമിച്ചുകൊണ്ടേ ഇരിക്കാലോ. ആദ്യം എന്നെ പ്രേമിച്ച് നടക്ക്, പിന്നെ കല്യാണം. അതൊക്കെ വലിയ കഷ്ടപ്പാടല്ലേ? എന്തിനാ? നമ്മുടെ പ്രേമം കണ്ടിട്ട് പറവുകൾ ചിറകടിക്കണം ആകാശത്ത്, അന്തരീക്ഷത്തിൽ തണ്ടുണ്ടാവണം, ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാവണം. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ എന്നോട് പറയണം ഐ ലവ് യു എന്ന്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കാൻ പോകുന്നില്ല. കിഴങ്ങേശ്വരൻ,
ഇത് നടന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇത് അന്യായമാണ് ചിത്ര. ഈ വിഷയം നീ ആരോടും പറയില്ലെന്ന് വാക്കുതാ. ചിത്ര വാക്കുതാ. ഇപ്പൊ പറ, വീണ്ടും ഫോൺ ചെയ്യോ? ഇനി എന്താ ചെയ്യാൻ പോന്നെ? നാട്ടിലെല്ലാവർക്കും ഹണിമൂണാ, എനിക്കിനി എന്നാണാവോ? പറയേണ്ടത് പറയേണ്ട പോലെ പറയാതെ പൊട്ടം കളിക്കുന്നു. പഠിപ്പിക്കാം. ഏയ് ഞാൻ സമ്മതിക്കില്ല. ചിത്രക്ക് വീറെണ്ണ വേണമെങ്കില് കബഡി മത്സരത്തില ജയിക്കണം. ഡായ്, അണ്ണനോട് മത്സരിക്കാനെങ്കിൽ ഇത്തിരി ഇല്ലാത്ത പെണ്ണ് ചുണൂലടിക്കാനുള്ള പരിപാടിയായിരുന്നു. നീ വരവ് കണ്ട എന്നെ തള്ളി വെള്ളത്തിലാന്ന് തോന്നൂലോ. ആരപ്പിച്ചേടാ ഞങ്ങളുടെ വീരണ്ണൻ ഗുസ്തിയില് കബഡികളിൽ ഒക്കെ വന്നവനാണ്. ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് നോക്ക്. വെല്ലുവിളിയാണോടാ? അങ്ങനെ തന്നെയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മോള് മത്സരത്തിൽ ജയിച്ചാ കാണിക്കും. ആഹാ, ഞാൻ സമ്മതിച്ചു. സ്ഥലം ആകാശമാകട്ടെ ഭൂമിയാകട്ടെ, ടൈം പകലാകട്ടെ രാത്രിയാകട്ടെ, കരയിലാകട്ടെ കടലിലാകട്ടെ, തോറ്റു കൊടുക്കില്ല ചിത്ര. വീരയോട് ഇപ്പൊ തന്നെ പറഞ്ഞേരെ. കളത്തിലേക്ക് നീ വരുന്നോ അതോ ഞാൻ വരണോ? നീ ഒരു പേടിത്തൊണ്ടൻ. ഞാൻ വരാം. അപ്പൊ നമുക്ക് കബഡി മത്സരം ആരംഭിക്കാവല്ലോ. തലയാണോ വാലാണോ? എപ്പോഴും തല. തല. പുറത്തോ അകത്തോ? അകത്ത് തന്നെ. പൂക്കളെല്ലാം അവിടെ നോക്കുവാണല്ലോ. സൂര്യൻ പിന്നെ ആണല്ലേ. സൂര്യൻ ആ ദിശയിലാണോ? പൂവിന്റെ കാര്യം പറഞ്ഞെന്ന് പോയി കളത്തിൽ നിൽക്ക്. കളി തുടങ്ങാലോ അല്ലേ? പോ. ഹലോ, റൂൾസ് ഒക്കെ അറിയാലോ? നീ ടെൻഷൻ പിടിപ്പിക്കല്ലേ, ഞാനിത് ആദ്യമായിട്ടാ. പിള്ളേരെ പോലെ സംസാരിക്കല്ലേ. പന്തയം വെച്ചത് നിങ്ങളാ. ഈ ലൈഫ് ലൈനിൽ നിങ്ങൾ തോറ്റ ലൈഫ് ലോ നിങ്ങൾക്ക് എന്നെ തൊടാനാവില്ല. ഞാൻ എന്റെ വഴിക്ക് പോകും. അയ്യോ, പിന്നെ അവള് കണ്ടീഷൻ വെച്ചല്ലോ. ശരി, നോക്കാം. എന്താ നിക്കണ ചെല്ലുന്ന്? വേഗം ചെന്നവളെ മലത്തി അടിക്ക്. കബഡി 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 കബഡി. എന്ന് ഞാനും ശരി. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് വെങ്കിട്ടറായിഡു. നിങ്ങളെ ഒന്ന് കാണാമെന്നതാ. പറയണം. ഞാനൊരു കച്ചവടക്കാരനാ. ഭൂമി വാങ്ങലും വെക്കലുവാ എൻ്റെ പണി. എനിക്ക് ആവശ്യമില്ലാത്തത് വിൽക്കാറാണ് പതിവ്. ആവശ്യമുള്ളത് കൈവശം വെക്കും ഞാൻ. അതാ എൻ്റെ ശൈലി. നിങ്ങളുടെ നാട്ടിലെ ഭൂമി എനിക്ക് ആവശ്യം